ഓക്കെ, അങ്ങനെ ബ്ലാസ്റ്റേഴ്സ് വിടാൻ ഇപ്പോൾ നോവ സദോയി പോവുകയാണെന്ന് പറഞ്ഞുകൊണ്ടുള്ള അപ്ഡേറ്റുകളാണ് ഇപ്പോൾ നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കുന്നത്. ചിലപ്പോൾ ബ്ലാസ്റ്റേഴ്സ് നോവ വിട്ടാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം 1 വർഷം കൂടി മാത്രമേ കോൺട്രാക്റ്റ് അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ പറ്റി ഒരുപാട് ഫാൻസ് പലതരം കുറ്റം പറയുന്നുണ്ട്. ഒരു സെൽഫിഷ് പ്ലെയറാണ്, ടീമിനൊപ്പം കളിക്കാതെ തനിക്ക് ഒരു ഗോൾ കോൺട്രിബ്യൂഷൻ നേടാൻ മാത്രമാണ് നോവ സദോയി കളിക്കുന്നുണ്ടെന്നാണ് ആരാധകൻ്റെ ഒരു ഇത്. അത് നമുക്ക് കളി കാണാൻ മനസ്സിലാവുന്നതാണ്. താനൊരു സെൽഫിഷ് പ്ലേ ആണ്. ഗോവ കളിക്കാനും അതുപോലെ തന്നെ എല്ലാ ബ്ലാസ്റ്റേഴ്സ് കളിക്കാനും നോവ സദോയി ഒരു സെൽഫിഷ് പ്ലെയറായിട്ട് തന്നെയാണ് കളിക്കുന്നത്. അപ്പോൾ ആശിഷ് നേഗി റിപ്പോർട്ട് എന്ന പ്രകാരം നോവ സദോയിന് ചില ISL ക്ലബ്ബുകൾ ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ നോവ സദോയി പരിഗണിക്കുന്നുണ്ടെന്നും കൂടിയാണ് അപ്ഡേറ്റിൽ ആശിഷ് നേഗി പറയുന്നത്. അപ്പോൾ ചില ബ്ലാസ്റ്റേഴ്സ് വിട്ടാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത്ഭുതപ്പെടേണ്ടതില്ല. ബ്ലാസ്റ്റേഴ്സ് വിട്ടാൽ പകരം ഏത് താരം എന്നുള്ളതാണ്. നല്ലൊരു പ്ലെയറിനെ തന്നെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരണം, എന്നാലേ കാര്യമുള്ളൂ. ബ്ലാസ്റ്റേഴ്സ് കോർണർഷീൽഡിനെയൊക്കെ നോക്കുന്ന നേരത്തെ അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. അതായത് നോവ സദോയി വിട്ടിട്ട് കോർണർഷീൽഡിനെ കൊണ്ടുവന്ന് മിഡ് കുറച്ചും കൂടി ശക്തിപ്പെടുത്താനാണ് ബ്ലാസ്റ്റേഴ്സ് നോക്കുന്നതെന്ന് അറിയാൻ വയ്യ. അതായത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും നോവ പോകുമോ ഇല്ലയോ എന്ന്. അപ്പോൾ വേറെ ക്ലബ്ബുകൾ ഓഫർ കൊടുത്തിട്ടുണ്ട്. അപ്പം നോവ അത് പരിഗണിക്കുന്നുണ്ട്. അതാണ് അപ്ഡേറ്റ്. കൂടുതൽ വിശേഷങ്ങളായി സമ്മർ ഫുട്ബോൾ വീണ്ടും എത്താം.